All. In this video, we are going to discuss about RC coupled amplifier or common emitter amplifier. KTU syllabus EST 130 Part B Electronics RC coupled amplifier എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദിസ് ടോപ്പിക് ഹാസ് 3 പാർട്സ് മെയിൻലി. അതിലെ ആദ്യത്തെ പാർട്ടാണ് വി ഹാവ് ദ സർക്യൂട്ട് ആൻഡ് ദ ഫങ്ഷൻ ഓഫ് ഈച്ച് കോമ്പണൻറ്റ്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ വർക്കിംഗ് വിത്ത് an equation, Kirchhoff's voltage law apply ചെയ്തുള്ള ഒരു ഇക്വേഷനും അതിൻ്റെ വർക്കിങ്ങും. And in the third part we will be discussing about the frequency response of an RC coupled amplifier. അത് കഴിഞ്ഞ് അതിൻ്റെ advantages and applications are also being discussed. So let us go to the topic. Now this is the circuit of a single stage common emitter amplifier. അപ്പോൾ ഒരു RC coupled amplifier എന്ന് പറഞ്ഞാൽ it is actually a common emitter amplifier. Common emitter common ആയിട്ട് വരും for both input and output, right? അപ്പോൾ അതുകൊണ്ടാണ് common emitter amplifier എന്ന് പറയുന്നത്. അപ്പോൾ normally common emitter amplifier എന്ന് പറഞ്ഞാൽ they are actually RC coupled amplifiers. Now coming to the functions of various components in the circuit. ആദ്യം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് VCC, VS and VO. 3 വോൾട്ടേജുകളാണ്. VCC, that is the DC bias voltage. VS is the input AC voltage and VO is the output voltage which is also AC, pure AC. പിന്നെ VCC means that is a DC bias voltage. അതായത് നമ്മുടെ ഒരു ട്രാൻസിസ്റ്റർ properly വർക്ക് ചെയ്യണമെങ്കിൽ we have to give biasing. We have to properly bias that transistor, അല്ലേ? അപ്പോൾ അതായത് കറക്റ്റ് മാഗ്നിറ്റ്യൂഡിന് കറക്റ്റ് പൊളാരിറ്റിയിൽ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം, ഒരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ ആ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ് നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിന് ഉപയോഗിക്കുന്നത്. ആ ഒരു DC വോൾട്ടേജിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബയാസിംഗ്, നമ്മൾ പലതരത്തിലുള്ള ബയാസിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ് വി ആർ ഗോയിങ് ടു യൂസ് ഇൻ ദിസ് സർക്യൂട്ട്. വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങിൽ മെയിൻ കോമ്പണൻസ് ആണ് ഒന്ന് ഈ VCC. അതായത് VCC കറക്റ്റായിട്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ ട്രാൻസിസ്റ്റർ പ്രോപ്പർലി വർക്ക് ചെയ്യുള്ളൂ. ആൻഡ് ദെൻ വി ഹാവ് ദ റെസിസ്റ്റർ R1 ആൻഡ് റെസിസ്റ്റർ R2 ആൻഡ് ദേ ആർ കോൾഡ് വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സ്. അതായത് ഈ വരുന്ന വോൾട്ടേജ് ഉണ്ട്, ഈ VCC എന്ന് വരുന്ന DC വോൾട്ടേജ്, ദാറ്റ് ഈസ് പ്രോപ്പർലി ഡിവൈഡഡ്. ആ ഒരു വോൾട്ടേജ് ഡിവിഷൻ ഇവിടെ നടക്കുന്നത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സെലക്ഷൻ ഓഫ് ദീസ് റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2. ഈ R1ൻ്റെ അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ് VR1. ഈ R1ൻ്റെ അക്രോസ് ആയിട്ട് ഇപ്പോൾ വരുന്ന വോൾട്ടേജ് ആണ് VR1. അപ്പോൾ VR1ൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. VR1 is given by VR1 is equal to VCC into R2, R1 VCC into R1 by R1 plus R2. Right. അതാണ് നമ്മുടെ VR1 എന്ന് പറഞ്ഞ ആ ഒരു വോൾട്ടേജ്. Similarly, we have ഈ R2ൻ്റെ അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ് VR2. Now what is the value of this voltage? VR2 is given by VR2 is equal to VCC into R2 by R1 plus R2, right? R1 plus R2. അപ്പോൾ ഇതാണ് രണ്ട് വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സ്. അപ്പോൾ ഈ വോൾട്ടേജ് പ്രോപ്പർലി ഡിവൈഡ് ചെയ്ത് വരുന്ന ഈ വോൾട്ടേജ് വെച്ചാണ് ഇതിൻ്റെ ബയാസിങ്ങും ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ്ങും ഒക്കെ പ്രോപ്പർ ആവുന്നത്. Similarly, we have to select the correct value of resistor RC and resistor RE also for having a proper biasing. അപ്പോൾ കറക്റ്റായിട്ട് ഈ വാല്യൂസ് ഒക്കെ സെലക്ട് ചെയ്താൽ ബയാസിങ് പ്രോപ്പർ ആവും. ബയാസിങ് പ്രോപ്പർ ആയാൽ മാത്രമേ നമുക്ക് ആ ട്രാൻസിസ്റ്ററിൻ്റെ Q പോയിന്റ്
കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യൂ പോയിന്റ് എന്താണെന്ന് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ഒരു ഔട്ട്പുട്ട് റെസ്പോൺസ് ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്കറിയാം അല്ലേ. ദിസ് ഈസ് ഹൗ യു ഹാവ് ദ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഔട്ട്പുട്ട്. അപ്പോൾ അതിനകത്ത് ഇതാണ് ഡി സി ലോഡ് ലൈൻ നമുക്ക് വരയ്ക്കാമെങ്കിൽ ക്യൂ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ആ ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ്. അപ്പോൾ ക്യൂ പോയിന്റ് ഇവിടെ മിഡിലാണെങ്കിൽ ദ ട്രാൻസിസ്റ്റർ വർക്ക്സ് ആസ് എ ഗുഡ് ആംപ്ലിഫയർ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇനി ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയൻ്റെ എവിടെയാണെങ്കിൽ ട്രാൻസിസ്റ്റർ വർക്ക്സ് ആസ് എ സ്വിച്ച് അല്ലെ, ഓഫ് ആയിരിക്കും ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ദ ക്യൂ പോയിന്റ് ഷുഡ് ബി ഇൻ ദ മിഡിൽ ഓഫ് ദ ലോഡ് ലൈൻ അല്ലേ. അപ്പോൾ ആ ക്യൂ പോയിന്റ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ വി വാണ്ട് ടു ഹാവ് ദീസ് സെലക്ഷൻസ് പ്രോപ്പർലി ഡൺ. അതായത് വി സി സി കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണം. VR1 should, R1 should be of correct value so that we get a proper biasing voltage or voltage divider network here. R1 ഉം R2 ഉം കറക്റ്റ് വാല്യൂസ് ആയാൽ മാത്രമേ VR1 ഉം VR2 ഉം പ്രോപ്പർ ആവുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ട്രാൻസിസ്റ്റർ കറക്റ്റായിട്ട് ബയാസ് ചെയ്യപ്പെടുകയുള്ളൂ. ആൻഡ് സിമിലർലി വി ഹാവ് RC the collector resistor and RE the emitter resistor. അതും കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്യൂ പോയിന്റ് ഫിക്സ് ആയി. ഇനി ഈ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ആൻഡ് ഇഫ് ഇറ്റ് ചേഞ്ചസ് ദെയർ ഒക്കേഴ്സ് ഓൾ കൈൻഡ് ഓഫ് വോൾട്ടേജ് സ്വിങ്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, ഫ്രീക്വൻസി ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും, ടെമ്പറേച്ചർ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും, സോ മെനി പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ ക്യൂ പോയിന്റ് നമ്മൾ എല്ലാം ഫിക്സ് ചെയ്ത് ഈ വാല്യൂസ് എല്ലാം ഈ കോമ്പണൻസ് എല്ലാം കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അനക്കാൻ പാടില്ല. ജസ്റ്റ് ലൈക്ക് എല്ലാം കറക്റ്റാക്കി വെച്ച് ഇനി സ്വിച്ച് ഇട്ടാൽ മതി എന്ന് പറയല്ലേ. അപ്പോൾ അതുപോലെ എല്ലാം കറക്റ്റാക്കി ഫിക്സ് ചെയ്ത് ക്യൂ പോയിന്റ് സെറ്റായി, ഇനി നമ്മളത് അനക്കാൻ പാടില്ല, ഇനി നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതിൽ ഓരോ കോമ്പണൻസ് പറയാം. വി ഹാവ് R1 ദാറ്റ് ഈസ് വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റർ R1, അതിൻ്റെ വോൾട്ടേജ് VR1 ആണെന്ന് പറഞ്ഞു. R2 അതിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VR2 ആണെന്ന് പറഞ്ഞു. ആൻഡ് വി ഹാവ് ദിസ് ഇക്വേഷൻ 2. ആൻഡ് RC ഈസ് ദ കളക്ടർ റെസിസ്റ്റർ ദാറ്റ് കൺട്രോൾസ് ദ കളക്ടർ കറണ്ട്. കളക്ടർ കറണ്ട് കൺട്രോൾ ചെയ്യാനും ആ ക്യൂ പോയിന്റ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാനും നമുക്ക് RC കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യണം. ആൻഡ് സിമിലർലി ഇവിടെ RE എന്ന് പറഞ്ഞ എമിറ്റർ റെസിസ്റ്റർ ഉണ്ട്. വാട്ട് ഈസ് ഇറ്റ് യൂസ്ഡ് ഫോർ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ തെർമൽ സ്റ്റെബിലൈസേഷൻ. വാട്ട് യു മീൻ ബൈ തെർമൽ സ്റ്റെബിലൈസേഷൻ? ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് വരാം. കറണ്ട് ക്രമാതീതമായിട്ട് കൂടുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്റർ ഹീറ്റപ്പ് ആവും, ടെമ്പറേച്ചർ കൂടി നമ്മുടെ ട്രാൻസിസ്റ്റർ ഡാമേജ് ആയി പോവാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു എമിറ്റർ റെസിസ്റ്റർ വെച്ചാൽ മതി. അപ്പോൾ ആ ടെമ്പറേച്ചർ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. കറസ്പോണ്ടിംഗ്ലി ആ വോൾട്ടേജിൽ ചേഞ്ചസ് വരുത്തി ദ ടെമ്പറേച്ചർ ക്യാൻ ബി സ്റ്റെബിലൈസ്ഡ്. അപ്പോൾ ദീസ് ആർ ദ മെയിൻ part of this voltage divider system in the RC coupled amplifier. അപ്പോൾ ഇതെല്ലാം പ്രോപ്പർലി സെലക്ട് ചെയ്ത് നമ്മൾ ബയാസിംഗ് ഒക്കെ സെറ്റാക്കി നമ്മുടെ ആ ഒരു ക്യൂ പോയിന്റ് ഒക്കെ സെറ്റാക്കി വെച്ചു. ഇനി നമ്മൾ ഒരു ഇൻപുട്ട് AC വോൾട്ടേജ് കൊടുക്കാം. അപ്പോൾ AC വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇൻപുട്ട് AC വോൾട്ടേജ് ആണെന്ന് പറഞ്ഞാലും there can be DC components too. AC-യുടെ കൂട്ടത്തിൽ DC കോമ്പണൻസും കൂടെ കയറി വരാം. അങ്ങനെ DC കോമ്പണൻസ് കയറി വന്നാൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യൂ പോയിന്റ് ഒക്കെ മാറിപ്പോകത്തില്ലേ? വി ഹാവ് ഓൾറെഡി സെറ്റ് ദ ക്യൂ പോയിന്റ്. നമ്മളെല്ലാം സെലക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ബയാസ് ചെയ്ത് വെച്ചു. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും DC കോമ്പണൻസ് വന്നാൽ ആ ക്യൂ പോയിന്റ് ഒക്കെ മാറും. നമ്മുടെ ട്രാൻസിസ്റ്റർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഔട്ട്പുട്ട് തരത്തില്ല. ക്യൂ പോയിന്റ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നന്നായിട്ട് ആ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുകയുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ തരുകയുള്ളൂ. അപ്പോൾ ആ ഒരു DC കോമ്പണൻസ് എന്തെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെയുള്ള ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ CC1 ഉള്ളത്. ദേ ആർ കോൾഡ് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ CC1. അതേപോലെ ഇവിടെ ഔട്ട്പുട്ടിൻ്റെ അവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്. ഇറ്റ് ഇസ് കോൾഡ് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ CC2. ക്ലിയർ? അപ്പോൾ ഇതുപോലെ ഇൻപുട്ടിൻ്റെ അവിടെ DC കോമ്പണൻസ് വന്നാൽ അതിനെ ബ്ലോക്ക് ചെയ്യണം. AC-നെ മാത്രം കടത്തി വിടണം. AC ഇൻപുട്ടിനെ മാത്രം കടത്തി വിടണം. അത് ആംപ്ലിഫൈ ചെയ്ത ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടും. ആ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടും പ്യുവർ AC ആണ്. ആൻഡ് വി നീഡ് ഓൺലി പ്യുവർ AC. പക്ഷേ അറ്റ് ടൈംസ് DC കോമ്പണൻസ് ഓൾസോ ഗെറ്റ് മിക്സ്ഡ് അപ്പ്.
ആ ഡി സി കോമ്പണൻറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഹിയർ യു ഹാവ് അനദർ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. ഈ കപ്ലിംഗ് കപ്പാസിറ്റർ എന്ത് ചെയ്യും? വീണ്ടും ഡി സി കോമ്പണൻസ് എങ്ങാനും കയറി വരുവാണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് യു ഗെറ്റ് എ പ്യുവർ എ സി ഔട്ട്പുട്ട്, എ സി അറ്റ് ദി ഔട്ട്പുട്ട്. ക്ലിയർ? അതിന് വേണ്ടിയിട്ടാണ് ഈ കപ്ലിംഗ് കപ്പാസിറ്റർ ഉള്ളത്. സോ ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദിസ് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. ഇത് കൂടാതെ നമ്മൾ ഇനി ഈ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ വരുന്നതായിരിക്കും നെക്സ്റ്റ് ഇൻപുട്ട് ആയിട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ ആ ഒരു സിഗ്നൽ, ഇൻ ദാറ്റ് കേസ് ദർ ഷുഡ് ബി ആൻ ഇംപിഡൻസ് മാച്ചിങ്. ആ ഒരു ഇംപിഡൻസ് മാച്ചിങ്ങിന് ഈ കപ്ലിംഗ് കപ്പാസിറ്റർ കുറേയൊക്കെ സഹായിക്കും. ക്ലിയർ? ഇറ്റ് ഓൾസോ helps in impedance matching between different stages. Clear? And now we have another capacitor, that is emitter bypass capacitor, which is very important. കൂടുതൽ ഇന്റർവ്യൂസിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. What is the need of this emitter bypass capacitor and what happens if there is no bypass capacitor എന്നൊക്കെ മിക്കവാറും ചോദിച്ച് കേൾക്കാറുള്ള ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടി. ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ എ സി സിഗ്നൽ കിട്ടി അല്ലേ? ഔട്ട്പുട്ട് എ സി കിട്ടുന്നത് മുഴുവൻ നമുക്ക് ഇവിടെ ഔട്ട്പുട്ടായിട്ട് തന്നെ കിട്ടണം. ബട്ട് അറ്റ് ടൈംസ് വാട്ട് ഹാപ്പൻസ്, സം ഓഫ് ദി കറന്റ് എ സി സിഗ്നൽ വിൽ ഫ്ലോ ത്രൂ ദിസ് ആൻഡ് റീച്ച് ഹിയർ. അപ്പൊ ഇവിടെ ഈ ഒരു സിഇ എന്ന് പറഞ്ഞ ഈ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ്, ഇവിടെ ആ ഒരു സിഇ എന്ന് പറഞ്ഞ ബൈപ്പാസ് കപ്പാസിറ്റർ ഇല്ലാന്ന് വെക്കും. Don't have that bypass capacitor here. So what happens, ഈ വരുന്ന ആ ഒരു സിഗ്നൽ ഇതുവഴി പോയി ഈ റെസിസ്റ്റർ, എമിറ്റർ റെസിസ്റ്റർ വഴി ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്ത് ഒരു ലൂപ്പ് പോലെ തിരിച്ച് ഇൻപുട്ടിലേക്ക് തന്നെ വരും. എല്ലോ അപ്പൊ നമുക്ക് ഈ വരുന്ന ഇൻപുട്ട്, ഇവിടുന്ന് ഓൾറെഡി വരുന്ന ഇൻപുട്ടിന്റെ കൂടെ ഇത് ആഡപ്പ് ആവും. റൈറ്റ്? ഇങ്ങനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരും. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഐ വിൽ സേ വൈ ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇവിടെ നിന്ന് വരുന്ന ഒരു പോസിറ്റീവ് ഇൻപുട്ടും കൂടെ വരുമ്പോൾ ദർ വിൽ ബി റിഡക്ഷൻ ഇൻ ഗെയിൻ, അല്ലെങ്കിൽ ആ ഒരു ഗെയിനിൽ ഒരു ചേഞ്ച് വരാം, ഒരു ഗെയിൻ ഇൻസ്റ്റെബിലിറ്റി വരാം. അപ്പൊ അങ്ങനെ ഒരു ഗെയിൻ ഇൻസ്റ്റെബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് what would you do, you just keep a capacitor at the across this resistor. എന്തിനാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു എമിറ്റർ ഇതുപോലെ എ സി സിഗ്നൽ വരുമ്പം ഇത് നേരെ ലൂപ്പ് ചെയ്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് പോവാതെ ഇറ്റ് ഫ്ലോസ് ത്രൂ ദിസ് കപ്പാസിറ്റർ. അങ്ങനെ വരുമ്പോൾ what happens is that അങ്ങനെ അത് എ സി സിഗ്നൽസിനെ മാത്രം അത് ബൈപ്പാസ് ചെയ്ത് വിട്ടോളും. സോ there is no problem with this negative feedback. അങ്ങനെ വരുമ്പോൾ ഗെയിൻ സ്റ്റെബിലൈസ് ആവുന്നുണ്ട്. and that is the main function of this emitter bypass capacitor. അങ്ങനെ ഗെയിൻ സ്റ്റെബിലൈസ് ചെയ്യും, ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രിവെന്റ് ചെയ്യും, അങ്ങനെ നമ്മുടെ എ സി സിഗ്നൽസിനെ മാത്രം ബൈപ്പാസ് ചെയ്ത് വിടും. ക്ലിയർ? സോ ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദിസ് RC different components in an RC coupled amplifier. ഇനി R എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റർ ആണ്, across which you take the output. Clear? Now coming to the working of the capacitor, I mean working of the RC coupled amplifier. അപ്പോൾ ഈ സർക്യൂട്ടിന്റെ വർക്കിങ്ങിൽ നമുക്ക് we have to consider only this part of the circuit. നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗം മാത്രമാണ്. We have to consider only the output loop of the circuit. ഈ ഒരു ഔട്ട്പുട്ട് ലൂപ്പ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ഔട്ട്പുട്ട് ലൂപ്പ് അല്ലേ? നമുക്ക് ഈ ഒരു ഭാഗം മാത്രം മതി. We have to consider only this part of the circuit. അപ്പോൾ ഇത് എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. റൈറ്റ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ നമുക്കൊന്ന് റീഡ്രോ ചെയ്ത് ഈ ഒരു ഭാഗം മാത്രം വരച്ച് നോക്കിയാലോ? Let us see what happens. We have VCC ആണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ദിസ് പാർട്ട് അല്ലേ? ഈ ഒരു ഭാഗം മാത്രമല്ലേ വരയ്ക്കണുള്ളൂ. VCC, and then we have the resistor,
we have the resistor RC, and then we have the VC. ഇവിടെ നമ്മൾ ആ ട്രാൻസിസ്റ്റർ വരച്ചു. RE എന്ന് പറഞ്ഞ എമിറ്റർ റെസിസ്റ്റർ ഇവിടെയും വരച്ചു. And it is eventually grounded. Right? അപ്പോൾ ഇവിടെ RC ഉണ്ട്. RC കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആരാ? IC എന്ന് പറഞ്ഞ കളക്ടർ കറണ്ട് ആണ് അല്ലേ? This is the collector current. This is the emitter, base, emitter and collector of the transistor. And this is RE, the emitter resistor. Now let us see. ഇനി ഇവിടെ നമുക്ക് and here this is a emitter current IE. ഇനി ഇതിനെ നമുക്കൊരു ലൂപ്പ് പോലെ വരയ്ക്കണം. We have to convert it into a loop form. അതിനു വേണ്ടിയിട്ട് I will show you. ഈ ഒരു VCCയുടെ ഒരു ഭാഗം നമുക്ക് ഇത് പ്ലസ് ആണ് അല്ലേ? and അപ്പോൾ ഈ VCCയുടെ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ വരച്ചാലോ? ഇങ്ങനെ വരയ്ക്കാം അല്ലേ? നോ പ്രോബ്ലം. അപ്പോൾ പോസിറ്റീവ് പാർട്ട്, അതിൻ്റെ ആ പോസിറ്റീവ് സെക്ഷൻ, ആ പോസിറ്റീവ് പാർട്ടിനെ നമ്മൾ നേരെ ആ VCC എവിടെയായിരുന്നു അവിടെ തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത്. and negative is connected to ground, right? Now let us see the current flow. ഇത് VCC ആണെന്ന് പറഞ്ഞു. This is VCC. അപ്പോൾ current flow എങ്ങനെയായിരിക്കും? You have the current flow in this direction, flows through this. ഇങ്ങനെയായിരിക്കണം ഇതിന്റെ current flow അല്ലേ? Now Kirchhoff's voltage law നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? What happens? Kirchhoff's voltage law അനുസരിച്ച് എന്തായിരിക്കും ആ ഇക്വേഷൻ വരിക? By Kirchhoff's voltage law ഇവിടെ ഇക്വേഷൻ എന്തായിരിക്കും? It is VCC. ഇവിടെ VCC ഉണ്ടെന്ന് പറഞ്ഞു. That is VCC, right? This is VCC. ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ആരായി? മൈനസ് ICRC, right? മൈനസ് ICRC. Clear? മൈനസ് IRE. I mean മൈനസ് ICRC വന്നു. ഇനി ഇവിടെയുള്ള വോൾട്ടേജ് ഏതാണ്? We have ഇതിന്റെ അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ട്. That is VCE അല്ലേ? We have a voltage VCE across this VCE. VCE എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ഉണ്ട്. So let us first of all write VCE. Minus VCE minus next ആരാ? IERE, right? Minus IERE which is equal to 0. Okay, so this is the current voltage current equation for the transistor. നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ Kirchhoff's voltage law വെച്ച് by Kirchhoff's voltage law we have this equation. By Kirchhoff's voltage law you get this equation. ഇതിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാൻ പോവാണ്. Let us see how it can be converted. Now let us again rewrite the equation. ആ ഇക്വേഷൻ ഒന്നും കൂടി റീറൈറ്റ് ചെയ്ത് ഇവിടെ ഒന്നും കൂടി നമുക്ക് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. VCC minus ICRC. ഇക്വേഷൻ ഒന്നുകൂടി നോക്കിക്കോട്ടോ. ICRC minus VCE minus IERE is equal to 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ by Kirchhoff's voltage law.
ഇനി നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ദ ഫസ്റ്റ് തിങ് ഇസ് IC is approximately equal to IE. വലിയ ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല, റൈറ്റ്? So IC, the current collector current, is approximately equal to IE. That is the first case to be considered. The second thing is we have to find out VCE. VCE ആണ് നമ്മുടെ ഔട്ട്പുട്ടിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം. ഓക്കെ, VCE ആണ് ഔട്ട്പുട്ട്, അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. And the third thing is neglect RE. RE എന്ന് പറഞ്ഞ ആ ഒരു resistor value നമുക്ക് neglect ചെയ്യാം as compared to RC. So you just neglect the value of RE. Neglect RE. Okay. So these are the things to be considered. Now let us see what happens in each case. അപ്പോൾ ആദ്യത്തെ കേസ് എടുക്കാം. IC is equal to IE എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ എന്താവും? Let us see. IC equal to IE ആവുമ്പോൾ ഇക്വേഷൻ എന്തായി? VCCനെ അങ്ങനെ തന്നെ എഴുതാം, മൈനസ് ICRC. നമ്മുടെ ഔട്ട്പുട്ട് എപ്പോഴും കളക്ടർ കറണ്ടിന്റെ ആ ഒരു ഇതിൽ ആയിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്. സോ എമിറ്റർ പാർട്ട് ഡസൻറ്റ് ഹാവ് എനി റോൾ. അപ്പോൾ നമ്മൾ എല്ലാം ICയുടെ കളക്ടർ ടേംസിലേക്ക് മാറ്റാം. VCE ഔട്ട്പുട്ട് ഷുഡ് ബി ആസ് സച്ച്. VCE മൈനസ് ഈ IEനെ നമ്മൾ ആരാക്കി മാറ്റി? IC ആക്കി മാറ്റി അല്ലേ? സോ ദാറ്റ് ഇസ് IC RE which is equal to 0. Now the equation is like, നമുക്ക് ഈ VCEനെ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? VCEനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ VCEനെ നമുക്ക് RHSലേക്ക് കൊണ്ടുപോകാം അല്ലേ? So what happens to the equation? It is VCC minus ICRC minus ICRE which is equal to, നമുക്ക് VCEനെ ഇപ്പുറത്തേക്ക് എടുക്കാവല്ലോ, VCE to the RHS. Now what happens again? VCC minus ICനെ നമുക്ക് കോമൺ ആക്കി എടുക്കാം, right? It can be taken out of the bracket. So it becomes minus IC into RC plus RE. Which is equal to VCE. ലാസ്റ്റ് കാര്യം കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? വി ഡോണ്ട് ഹാവ് ടു മേക്ക് യൂസ് ഓഫ് RE. അപ്പം നമുക്ക് RE എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂവിനെ നെഗ്ലക്ട് ചെയ്തൂടെ? സോ വാട്ട് ഹാപ്പൻസ്? ദിസ് RE വാല്യൂ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. സോ വാട്ട് ഹാപ്പൻസ് ടു ദ ഇക്വേഷൻ? ഇറ്റ് ഇസ് അഗെയിൻ VC നമുക്ക് ഇപ്പുറത്തേക്ക് വി ക്യാൻ സ്വാപ്പ്. അപ്പോൾ VCE ഈസ് ഈക്വൽ ടു VCC minus ICRC. Right. ഇനി നമുക്കറിയാം VCCയുടെ വാല്യൂ. വാട്ട് ഇസ് ദിസ് വാല്യൂ ഓഫ് VCC? VCC എപ്പോഴും കോൺസ്റ്റന്റ് ആണല്ലോ. VCC ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ, റൈറ്റ്? കോൺസ്റ്റന്റ് ആണ്. നമ്മൾ എടുക്കുന്ന ആ ഒരു 10 വോൾട്ടോ 12 വോൾട്ടോ ദാറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് വാല്യൂ. 12 വോൾട്ട് ആയിരിക്കും, which will be a constant value. അപ്പോൾ നമുക്കറിയാം VCE is directly proportional to minus ICRC. Minus is directly proportional to minus ICRC. അല്ലേ? That means VCE എന്ന് പറഞ്ഞ value is proportional to the collector current. And collector current എന്ന് പറഞ്ഞാൽ actually എന്താണ്? IC is equal to beta IB ആണ് അല്ലേ? കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ നമുക്കറിയാം. ആൻഡ് ഈ ഒരു ഇക്വേഷൻ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല വെച്ച് we can make out that നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് is proportional to collector current. Collector current in turn is proportional to what?
ബേസ് കറണ്ട് അല്ലേ? നമ്മൾ എത്രത്തോളം ബേസ് കറണ്ട് കൊടുക്കുന്നോ അതിന്റെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് കളക്ടർ കറണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ബിക്കോസ് IC/IB ഈസ് ഈക്വൽ ടു ബീറ്റ എന്ന് പറഞ്ഞ കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ദാറ്റ് മീൻസ് IC ഈസ് ഈക്വൽ ടു ആക്ച്വലി ബീറ്റ IB അല്ലേ? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചതാണ്, റൈറ്റ്? That means the collector emitter voltage VCE is proportional to IB ആണ്. That is beta times IB. അതായത് beta times amplification നടന്നു, beta RC times amplification നടന്നു, but it is negative. Negative in the sense, negative എന്ന് പറയുന്ന കാരണം you can say നമ്മൾ ഇങ്ങനെ ഒരു ഇൻപുട്ട് കൊടുത്താൽ the output will be 180 degree phase shifted. അതായത് ആ ഒരു നെഗറ്റീവ് ഔട്ട്പുട്ട് ആണ് നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ കിട്ടുന്നത്. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫൈഡ് വേർഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ആ ഒരു നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ടാണ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റുക. ആൻഡ് സിമിലർലി IC, ഇറ്റ് ഈസ് ആംപ്ലിഫൈഡ് വേർഷൻ. ദാറ്റ് മീൻസ് ബീറ്റ IB ടൈംസ് ആംപ്ലിഫൈ ചെയ്ത ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ക്ലിയർ? ദാറ്റ് ഈസ് ഹൗ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് obtained in an RC coupled amplifier. അത് 180 degree phase shift ഓട് കൂടിയ amplified version of the input AC signal that you get at the output. Clear? ഇങ്ങനെ ഒരു ചെറിയ ഇൻപുട്ട് കൊടുത്താൽ 180 degree അത് phase shift ചെയ്ത് നേരെ തിരിഞ്ഞും വരും. Along with that, it will be the amplified version of the input. Now let us consider the frequency response of an RC coupled amplifier. അപ്പോൾ നോർമലി നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് മാത്രമായിട്ട് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ RC coupled ആംപ്ലിഫയറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഡിപ്പെൻസ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ ഇറ്റ് വാസ് ദേ സ്പെസിഫിക്കലി ആസ്ക്ഡ് അബൌട്ട് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എൻ RC coupled ആംപ്ലിഫയർ. അപ്പോൾ ആൻഡ് ഹൗ ഇസ് ദ fall in gain, അങ്ങനെ എന്തോ ആയിരുന്നു ക്വസ്റ്റ്യൻ. ലെറ്റ് us see. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ. Frequency response means it is a curve. ഈ ഒരു കർവിനെയാണ് ഉദ്ദേശിക്കുന്നത്. That is a graph when the curve that is obtained when we plot a graph between frequency and gain of the amplifier. വോൾട്ടേജ് ഗെയിനും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു കർവിനെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എൻ RC coupled ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ we have the frequency on x axis and gain on the y axis അല്ലേ? അപ്പോൾ ഇവിടെ മാക്സിമം ഗെയിൻ ആണ് ഈ AM എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം വോൾട്ടേജ് ഗെയിൻ ഇസ് റെപ്രസെൻറ്റഡ് ആസ് AM. ആൻഡ് ഹിയർ യു ക്യാൻ സി ആ ഒരു മാക്സിമം ഗെയിൻ ഉള്ള ഒരു റീജിയൻ, ഒരു കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്. ദാറ്റ് ഈസ് എ മിഡ് ബാൻഡ് റീജിയൻ എന്നും പറയാം. മിഡ് ഫ്രീക്വൻസി റീജിയൻ ഓർ മിഡ് ബാൻഡ് റീജിയൻ. ഇറ്റ് ഈസ് ദിസ് റീജിയൻ വെയർ an amplifier works properly, അല്ലെങ്കിൽ നല്ലൊരു റെസ്പോൺസ് തരുന്ന ഒരു റീജിയൻ ആണ് ഈ ഒരു മിഡ് ബാൻഡ് റീജിയൻ. That is the effective operating frequency of the amplifier. അപ്പം ഇനി effective operating frequency of the amplifier എന്ന് പറയുന്നതാണ് ഈ ഒരു റീജിയൻ, മിഡ് ബാൻഡ് ഗെയിൻ കിട്ടുന്ന ഒരു മിഡ് ബാൻഡ് ഫ്രീക്വൻസി റീജിയൻ. ഇനി മാക്സിമം ഗെയിൻ AM ആണ്. അതിൽ നിന്ന് ഒരു -3 ഡെസിബിൾസ് നമ്മൾ താഴോട്ട് വരച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 20 ഡെസിബിൾസ് ആണെങ്കിൽ, ഇവിടെ 20 ആണെങ്കിൽ അതിൽ നിന്ന് ഒരു -3 നമ്മൾ ഡെസിബിൾസിലാണ് ഗെയിൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. 20 log ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ വെച്ചാണ് ഈ ഗെയിൻ കണ്ടുപിടിക്കുന്നത്. ആക്ച്വലി നമ്മൾ എക്സ്പെരിമെൻ്റലി ഈ സർക്യൂട്ട് സെറ്റപ്പ് ചെയ്ത് അതിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക. ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടല്ലോ, അല്ല മില്ലി വോൾട്ടിലുള്ള ഒരു 100 മില്ലി വോൾട്ടോ മറ്റോ ഉള്ള ഒരു ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ 20 log ഓഫ് ദിസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക. ആ വാല്യൂവിനെയാണ് നമ്മൾ ഈ ഗെയിൻ ആയിട്ട് ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത്. ഇവിടെ 20 ഡെസിബിൾസ് ആണെന്നിരിക്കെ, ജസ്റ്റ് ആൻ എക്സാമ്പിൾ കേട്ടോ. 20 ഡെസിബിൾസ് ആണെങ്കിൽ -3 dB പോയിന്റ് എടുക്കുക. അപ്പോൾ 20 - 3 എത്രയായിരിക്കും? 17 dB അല്ലേ? ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു -3 dB പോയിന്റ് എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ, അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി AM/√2. ഓക്കെ, or in the sense voltage AV by √2, voltage gain by √2 ആയിരിക്കും ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചിട്ട് അത് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു ലൈൻ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട്
കണ്ടുപിടിച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്താൽ we can get 2 points. One is the lower cutoff frequency FL and this is the upper cutoff frequency FU. അപ്പം അങ്ങനെയാണെങ്കിൽ ബാൻഡ്വിഡ്ത്ത് എന്തായിരിക്കും? FU minus FL ആയിരിക്കും ഈ ഒരു ഗ്രാഫിന്റെ ബാൻഡ്വിഡ്ത്ത്, which is given by FU minus FL. Clear? That is the frequency response of the amplifier. Now we can also see what is the capacitive reactance. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഗെയിൻ ഇത് കഴിയുമ്പോൾ താഴെ പോകുന്നതെന്ന് നമുക്ക് നോക്കണം. ആൻഡ് വൺ മോർ തിങ്, ഈ -3 dB പോയിന്റിന്റെ പേരാണ് ഹാഫ് പവർ പോയിന്റ്. അതായത് ഇത് കഴിയുമ്പോഴേക്കും പവർ ഹാഫ് ആയിട്ടുണ്ടാവും. ആ ഒരു ആംപ്ലിഫയറിന്റെ പവർ റെസ്പോൺസ് ഔട്ട്പുട്ട് വിൽ ബി ഹാഫ്. ഇത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഹാഫ്. അപ്പോൾ ഈ ഒരു പോയിന്റിനെയാണ് ഹാഫ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് അപ്പോൾ ഇവിടെയുള്ള പവറിന്റെ ജസ്റ്റ് എക്സാക്ട്ലി ഹാഫ്, അതായത് 50% ആയിട്ടുണ്ടാവും ഈ ഒരു പോയിന്റിൽ. റൈറ്റ്? ദിസ് ഈസ് ദ ഹാഫ് പവർ പോയിന്റ്. ബിയോണ്ട് വിച്ച് അത് കഴിയുമ്പോൾ അതിലും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ആംപ്ലിഫയറിനെ കൊണ്ട് നമുക്ക് വലിയൊരു റെസ്പോൺസ് കിട്ടുന്നില്ല ആൻഡ് ഇറ്റ് ഇസ് നോട്ട് യൂസ്ഫുൾ. അപ്പം നമുക്ക് വേണ്ടുന്ന ഈ ഒരു ഇഫക്റ്റീവ് ബാൻഡ്വിഡ്ത്ത് അല്ലെങ്കിൽ ആ ഒരു ഇഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഉള്ള ഈ ഒരു റേഞ്ചിലുള്ള നമ്മുടെ ആംപ്ലിഫയറിന്റെ വർക്കിംഗ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ FU minus FL, which is the bandwidth. Why is there a fall in gain at higher and lower frequencies? Let us analyze that. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ടേം ആണ്. ഐ ഓൾറെഡി ടോൾഡ് യു അബൌട്ട് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻ ദ ടോപ്പിക് കപ്പാസിറ്റൻസ്. എന്താണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്? ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് 1/2 pi FC എന്ന് പറയുന്നുണ്ട് ബൈ ഇക്വേഷൻ. ഇറ്റ് ഈസ് 1/2 pi FC. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ. ആ ഒരു കപ്പാസിറ്റൻസ് ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷൻ ആണ് ടു ദ കറണ്ട് ഫ്ലോ, AC കറണ്ട് ഫ്ലോ. അപ്പോൾ ഇറ്റ് ഇസ് ഗിവൺ ബൈ 1/2 pi FC. അപ്പോൾ ഫ്രീക്വൻസി എനിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഉള്ളത്. അപ്പോൾ ലെറ്റ് us see what happens when the frequency is low. അപ്പോൾ ലോ ഫ്രീക്വൻസീസ് ആകുമ്പോൾ, അതായത് F1 അല്ലെങ്കിൽ ഓർ FL ആവുമ്പോൾ, F1 ഈസ് റെപ്രസെൻറ്റഡ് ആസ് F1 FL. അപ്പോൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിനെ ഞാനിവിടെ F1 എന്നാണ് എഴുതിയത്. യു ക്യാൻ ചേഞ്ച് ഇറ്റ് ടു FL. അപ്പോൾ FL-ലേക്കാളും കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഓഫ് CC1, നമ്മുടെ ഇൻപുട്ട് കപ്പാസിറ്റർ CC1ന്റെ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് വളരെ ഹൈ ആയിരിക്കും. അത്രയും ഹൈ ഇൻപുട്ട് കപ്പാസിറ്റൻസ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ആ ഇൻപുട്ട് AC വോൾട്ടേജിനെ മാക്സിമം ഒപ്പോസ് ചെയ്യുകയാണ്. ഇൻപുട്ട് AC വോൾട്ടേജ് വളരെ കുറച്ച് അകത്തേക്ക് കടക്കാൻ പറ്റുന്നുള്ളൂ. റൈറ്റ്? അങ്ങനെ വരുമ്പോൾ ഗെയിൻ കുറയുമല്ലോ. അതേപോലെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ അയാൾ ചെയ്യേണ്ട ജോലി ചെയ്യത്തില്ല. ഇൻ ദ സെൻസ് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഡസ് നോട്ട് ഇഫക്റ്റീവ്ലി ബൈപ്പാസ് ദ AC സിഗ്നൽ and it will result in negative feedback and eventually lesser gain. അങ്ങനെ ഗെയിൻ കുറയും. എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ ജോലി എന്തായിരുന്നു? ടു ബൈപ്പാസ് ദ AC സിഗ്നൽ ടു പ്രിവെന്റ് ദ ഫീഡ്ബാക്ക്, അല്ലേ? പക്ഷെ അങ്ങനെ നടന്നില്ലെങ്കിൽ ഫീഡ്ബാക്ക് ആയി പോവും, അങ്ങനെ ഗെയിൻ കുറയാം. നൗ കമ്മിങ് ടു ദ ഹയർ ഫ്രീക്വൻസി കേസ്. ഹയർ ഫ്രീക്വൻസീസ്, അതായത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി FU-നേക്കാളും കൂടുതൽ വന്നാൽ എന്ത് സംഭവിക്കും? അപ്പോഴും കപ്പാസിറ്റീവ് റിയാക്ടൻസ് വളരെ ലോ ആയിരിക്കും അറ്റ് ഹയർ ഫ്രീക്വൻസീസ്, അല്ലേ? 1/2 pi FC ആണല്ലോ. ഫ്രീക്വൻസി F കൂടുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറയും. ആൻഡ് ഇൻ ദാറ്റ് കേസ് ലോഡിംഗ് ഇഫക്റ്റ് ഉണ്ടാവും, വിച്ച് റിസൾട്ട്സ് ഇൻ റെഡ്യൂസിങ് ഗെയിൻ. അതേപോലെ ഈ ഹയർ ഫ്രീക്വൻസീസിൽ നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിന്റെ ആ ഓരോ ജംഗ്ഷൻസിലും ജംഗ്ഷൻ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഒരു അൺവാണ്ടഡ് കപ്പാസിറ്റൻസ് രൂപപ്പെടും, ഫോം ചെയ്യും. അപ്പോൾ ദാറ്റ് ഓൾസോ റെഡ്യൂസ് ദ ഗെയിൻ. ഒരു സ്ട്രേ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് കപ്പാസിറ്റൻസ് എന്നാണ് പറയുന്നത്. അത്തരം കപ്പാസിറ്റൻസ് നമ്മുടെ ഗെയിനിനെ റെഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടാക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ RC coupled ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. നൗ കമ്മിങ് ടു ദ അഡ്വാൻറ്റേജസ് ഓഫ് RC coupled ആംപ്ലിഫയർ. RC coupled ആംപ്ലിഫയറിന് നല്ല ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ട്. ആൻഡ് ദ കപ്ലിംഗ്, അതിന് RC കപ്ലിംഗ് ആണ് ഉപയോഗിക്കുന്നത്, വിച്ച് ഇസ് വെരി ചീപ്പ്. പക്ഷെ നമുക്ക് ട്രാൻസ്ഫോമർ ഒക്കെ ഉപയോഗിച്ചുള്ള ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണെങ്കിൽ ട്രാൻസ്ഫോമർ കപ്ലിംഗ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. സോ വി ഹാവ് എൻ very cheap coupling, that is RC coupling being used here.
lesser distortion at the output, and high fidelity in the sense നല്ല quality ഉള്ള output നമുക്ക് തരും. In this case of amplifier. Coming to amplifier applications, they are used in different public addressing systems. Then they are used in TV, VCR, CD player ഒക്കെ ഉപയോഗിക്കുന്നതായിരുന്നു. In every amplifiers we have this RC coupled circuit, and they are used as voltage amplifiers normally. Now that's all about RC coupled amplifiers. Thank you.